ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇടവേളയ്ക്ക് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ പുതിയ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ബ്രൊമാൻസ്, പിന്നെ കുറേ സിനിമ, എമ്പുരാൻ്റെ പുതിയ അപ്ഡേറ്റ്സ് കുറേ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ആദ്യത്തെ സിനിമ ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായം നേടിയ ഒരു സിനിമയാണിത്. അർജുൻ അശോകൻ, മാത്യു തോമസ്, കലാഭവൻ ഷാജോൺ എന്നിവരാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT അവകാശം മേടിച്ചിരിക്കുന്നത്. മാർച്ച് 13 ഇതിൻ്റെ OTT റിലീസ് ഉണ്ടാകും. അടുത്ത സിനിമ ഏതാണെന്ന് നോക്കാം. അടുത്തതായി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റിലീസ് മേടിച്ചിരിക്കുന്നത്. അതും റെക്കോർഡ് വിലയ്ക്ക് 50 കോടി രൂപയ്ക്കാണ് ഈ സിനിമയുടെ OTT റിലീസ് വിറ്റുപോയിരിക്കുന്നത്. മാർച്ച് 27 ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസാകുന്നത്. അടുത്തതായി വിനീത് ശ്രീനിവാസൻ നായകനായി എത്തിയ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയാണ്. ഇതൊരു കോമഡി സിനിമയാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ ഒരു സിനിമയും കൂടിയാണിത്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റിലീസ് അവകാശം മേടിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 25 ഇതിൻ്റെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത സിനിമ ആസിഫ് അലി കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം അഭിനയിച്ച രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഹിറ്റായ ഒരു സിനിമയാണ്. ഈ സിനിമയിലെ നായിക അനശ്വര രാജനാണ്. ഈ സിനിമയുടെ OTT റിലീസ് മേടിച്ചിരിക്കുന്നത് സോണി ലൈവാണ്. അടുത്ത മാസം ഇതിൻ്റെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത സിനിമ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയാണ്. 30 കോടി കളക്ഷൻ തിയേറ്ററിൽ നേടാൻ കഴിഞ്ഞൊരു സിനിമയാണ്. ഇതൊരു ഹൊറർ ആൻഡ് കോമഡി സിനിമയാണ്. ഷറഫുദ്ദീനും അനശ്വര ലക്ഷ്മിയുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റിലീസ് മേടിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച ഇതിൻ്റെ OTT റിലീസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സിനിമ ഏതാണെന്ന് നോക്കാം. അടുത്ത സിനിമ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയാണ്. ബേസിൽ ജൗബിൻ, ചെമ്പൻ വിനോദ് അവരെല്ലാം കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഒരു സിനിമയാണ്. ഇതൊരു ത്രില്ലർ കോമഡി സിനിമയാണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റിലീസ് മേടിച്ചിരിക്കുന്നത്. ഈ വീക്കിൽ ഇതിൻ്റെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത സിനിമ ഏതാണെന്ന് നോക്കാം. അടുത്ത സിനിമ ബേസിൽ നായകനായെത്തിയ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ OTT റിലീസ് അവകാശം വാങ്ങിച്ചിരിക്കുന്ന ആമസോൺ പ്രൈമാണ്. ഫെബ്രുവരി 25 ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറക്കാതെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബൈ.